ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാം. 1/2 കിലോ കടലപ്പരിപ്പ് നന്നായി കഴുകി വെള്ളം തോർന്നു കഴിഞ്ഞ് കുക്കറിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കടലപ്പരിപ്പിട്ട് ഇളക്കി വെള്ളമയമൊക്കെ മാറുന്നത് വരെ ഇളക്കി വറുത്തെടുക്കണം. ഇതിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് 4-5 വിസിൽ വരുന്നത് വരെ വേവിക്കണം. 6 കപ്പ് വെള്ളം. ആദ്യത്തെ വിസിൽ വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കണം. അറുന്നൂറ് ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ശർക്കര പൊട്ടിച്ചിട്ടാൽ പെട്ടെന്ന് ഉരുക്കി കിട്ടും. ഉരുളിയിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് അത് ചുമക്കുമ്പോൾ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് വറുത്ത് കോരാം. ഇത് കോരിയെടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യോട് ഒഴിച്ച് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിക്കാം. വെന്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. ശർക്കരയ്ക്കകത്തിട്ട് പരിപ്പ് നന്നായിട്ട് വരട്ടിയെടുക്കണം. നന്നായിട്ട് ഇളക്കി വരട്ടി വെള്ളമൊക്കെ വറ്റുമ്പോൾ 2ാം പാൽ ഒഴിക്കുക. ഏലക്കായും ജീരകവും ചുക്കും കൂടെ പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ഈ 2ാം പാലിനകത്ത് കുറച്ചെടുത്ത് കലക്കി വെക്കണം. നന്നായിട്ട് ഇളക്കി വരട്ടി ഉരുളിയിൽ നിന്ന് വിട്ടു വരുന്ന പരുവത്തിലാണ് നമ്മൾ 2ാം പാൽ ചേർക്കേണ്ടത്. 2ാം പാൽ ഒഴിച്ച് ഇളക്കാം. നാല് കപ്പ് 2ാം പാലാണ് ചേർത്തത്. ഇളക്കിക്കൊണ്ടിരിക്കണം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം.
ഇനി കലക്കി വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് ഇളക്കാം. നന്നായിട്ട് കുറുകി വരുമ്പോൾ 1.5 കപ്പ് ഒന്നാം പാൽ ചേർക്കാം. കുറച്ച് ലൂസായിട്ടിരിക്കണം. ഇരിക്കുമ്പോൾ ഈ പായസം കുറുകി വരും. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർക്കാം. അടപ്രഥമനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ റെസിപ്പിയും നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക.